ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 6-ാം തിരുലിഖിതം. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ജോബിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 5-ാം തിരുലിഖിതം. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ഈ മണിക്കൂറിൽ ദൈവം അനേക ഇടങ്ങളിൽ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവരാജ്യത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ദൈവം സന്ദർശിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവിക ശുശ്രൂഷകൾ പങ്കുചേർന്നപ്പോൾ അനേക കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലിന്റെ അനുഭവങ്ങൾ ഉണ്ടായി. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ചിന്നമ്മ ബേബി. ഞാൻ പാലാ രൂപത അരുവിത്തറ ഇടവകാംഗമാണ്. എൻ്റെ മകൻ MBA കഴിഞ്ഞ് ജോലിക്കായി ബോംബെയിലേക്ക് പോയി. എന്നാൽ അവിടെ ജോലി കിട്ടാതെ അവൻ കണ്ണുനീരിലും വിഷമത്തിലും നിരാശയിലുമായി. നല്ല മാർക്കോടെ പാസ്സായി പോയതാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ വിവരം ഞങ്ങളോട് പറഞ്ഞു. ഇവിടെ ഞങ്ങളും കുടുംബാംഗങ്ങളും വലിയ വിഷമത്തിലും വേദനയിലുമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നത്. ഞങ്ങൾ അന്ന് രാത്രി, ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ അവനെ സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ അവന്റെ ജോലി തടസ്സം മാറി, അവന് ജോലി ലഭിച്ചു. ഇരട്ടി ശമ്പളത്തോടുകൂടെ അവൻ ജോലിയിൽ പ്രവേശിച്ചു. പാലാ രൂപതയിൽ നിന്ന് അരുവിത്തറ ഇടവകാംഗമായ ചിന്നമ്മ ബേബിയും കുടുംബവും ഇതാ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ പ്രയാസത്തിലും പ്രതികൂലത്തിലും തടസ്സത്തിലും കണ്ണുനീരിലിരിക്കുന്ന കുടുംബങ്ങളെ സന്ദർശിച്ച് വിടുവിക്കുന്നവനാണ് ദൈവം. ഇതാ മറ്റൊരു കുടുംബത്തിന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സിൻഡർല. ഞാൻ ഈ കത്ത് എഴുതുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഇന്റർനെറ്റിൽ കൂടെ ആണ് ഞങ്ങൾക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ സാധിക്കുന്നത്. ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം എല്ലാ ആഴ്ചകളിലും ഓരോ എപ്പിസോഡ് വെച്ച് കാണുന്നുണ്ട്. ഞാൻ ഉറച്ച വിശ്വാസത്തോടു കൂടെ എൻ്റെ 2 കണ്ണുനീര്, എൻ്റെ 2 ദുഃഖങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതായത് കുമളിയിലുള്ള 6 ഏക്കർ ഏലത്തോട്ടം വിൽക്കാനും പിന്നെ എൻ്റെ അനുജത്തിയുടെ കുടുംബം ഇവിടെ ജർമ്മനിയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു ഭവനം വിറ്റ് കിട്ടാനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ 2 സ്ഥലങ്ങളും വിൽപ്പന നടത്തി ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയും വിദേശത്തും കേരളത്തിലും വിദേശത്തും അനേക ഇടങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ അനേകായിരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് 2 കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. 147-ാം സങ്കീർത്തനത്തിൽ 10-ാമത്തെ തിരുലിഖിതം. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരന്റെ ശീഘ്രത്തിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം. എറുമ്പിൻ കൂട്ടം എത്രയോ ചെറുത്, എന്നാൽ അവ വേനൽക്കാലത്ത് തങ്ങൾക്കുള്ള ആഹാരം കരുതി വെക്കുന്നു. കുഴിമുയൽ കെൽപ്പില്ലാത്തൊരു കൂട്ടം, എന്നാൽ അത് പാറകളിൽ തങ്ങളുടെ സങ്കേതങ്ങളെ നിർമ്മിക്കുന്നല്ലോ. ഓ ദൈവമേ, ദൈവവചനമാവുന്ന പാറയിൽ തങ്ങളുടെ സങ്കേതങ്ങളെ കണ്ടെത്താൻ തക്കവണ്ണം ഇപ്പോൾ ആത്മാവിനെ അയക്കണമേ. ഹൃദയങ്ങൾ തുറക്കണമേ. ലോകത്തിൽ സങ്കേതങ്ങളെ കണ്ടെത്തിയിരിക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, സകല ഹൃദയങ്ങളെയും ദൈവത്തിലേക്ക് തുറപ്പിക്കുന്ന, സകല ഹൃദയങ്ങളെയും ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന പരിശുദ്ധാത്മാവേ, ഓ സത്യത്തിന്റെ ആത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ദൈവമേ, കത്തിപ്പടരണമിവിടെ സത്യരൂപിയാം നിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ സത്യരൂപിയാം നിത്യ ദൈവമേ, ദൈവത്തിന്റെ ആത്മാവേ, ഇവിടെ പരിശുദ്ധാത്മാവേ,
ജഡത്തിന്റെ മേൽ വ്യാപരിക്കണമേ, പാപത്തിന്റെ മേൽ വ്യാപരിക്കണമേ, അന്ധകാരത്തിന്റെ മേൽ വ്യാപരിക്കണമേ. Holy power. Holy Spirit. Hallelujah, 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 hallelujah. സകല ഹൃദയങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, സകല കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, സകല കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, സകല ഹൃദയങ്ങളിലേക്ക് ആത്മാവിന്റെ പ്രവാഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്, കുഴിമുയൽ കെൽപ്പില്ലാത്തൊരു കൂട്ടം, എന്നാൽ അവ പാറകളിൽ തങ്ങളുടെ സങ്കേതത്തെ കണ്ടെത്തുകയാണ്. പാറകളിൽ തങ്ങൾക്ക് വേണ്ടി ഭവനങ്ങളെ നിർമ്മിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മണിക്കൂറിൽ അനേകം കുടുംബങ്ങളിൽ, അനേക ജീവിതങ്ങളിൽ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ദൈവവചനമാകുന്ന പാറയിൽ തങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെ ഉറപ്പിക്കാൻ, നങ്കൂരം ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് നാം ചിന്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വിഷയമാണ് ജോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം. വചനം പഠിപ്പിക്കുകയാണ്, തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റ മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഈ അടുത്ത നാളുകളിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത നാളുകളിൽ ഞാനൊരു ദേശത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ഒരു 2-3 നല്ല ചെറുപ്പക്കാരെ പരിചയപ്പെടാനിട വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാർന്നോമാര് ഈ ചെറുപ്പക്കാരെ കുറിച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവര് ധ്യാനം കൂടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുറെ നാളുകൾ എന്തൊരു എരിവായിരുന്നു. ഇവർ ഈ ദേശത്തുള്ള എല്ലാ ചെറുപ്പക്കാർക്കും നേതൃത്വം കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇവരിലൂടെ അനേകം പേര് വിശ്വാസത്തിലേക്ക് വരാൻ തക്കവണ്ണം ഇവരിൽ പരിശുദ്ധാത്മാവ് കത്തിജ്വലിക്കുന്നത് ഞങ്ങൾ കണ്ട് അത്ഭുതപ്പെടുകയായിരുന്നു. ആത്മാവിനാൽ നിറഞ്ഞ ചെറുപ്പക്കാരായി ഇവര് രൂപാന്തരപ്പെട്ടതിനെ കുറിച്ചാണ് ആ കാർന്നോമാര് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, വളരെ നല്ല കാര്യം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടും കാർന്നോമാർ സംസാരിച്ചു. അവർ പറഞ്ഞു, അച്ഛാ, ഇപ്പൊ എന്തോ അവർക്കൊരു വ്യത്യാസം. ഇപ്പൊ അവർ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കുന്നില്ല. ഇപ്പൊ അവർ പണ്ടത്തെ പോലെ ധ്യാനത്തിന് പോകാൻ അവർക്ക് തോന്നുന്നില്ല. പണ്ട് എത്ര കിലോമീറ്റർ ദൂരെയാണെങ്കിലും ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് വെളുപ്പിന് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ആ ധ്യാനത്തിന് ആരും പറയാതെ പോയിരുന്നതാണ്. ഇപ്പൊ ധ്യാനത്തിന് പോകാൻ അവര് പറഞ്ഞാലും അവര് പോണില്ല അച്ഛാ. ഇപ്പൊ ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ, യുവജനങ്ങളെ സംഘടിപ്പിച്ച് അതിന്റെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞാൽ അവർക്കൊരു ഉത്സാഹം ഇല്ല അച്ഛാ. എനിക്കും ഒരു അത്ഭുതമായി, ഇത്രമാത്രം ആത്മാവ് ഉണർത്തിയ. അപ്പോൾ അവിടെയുള്ള ലീഡേഴ്സിനോട്, മറ്റ് ലീഡേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു, ഇവർ വലിയ ആത്മാവിനെ ഉണർത്തപ്പെട്ടവരാണ്. അപ്പോൾ എനിക്കും ഒരു വിഷമായി, ഇത്രമാത്രം ആത്മാവിനെ ഉണർത്തപ്പെട്ട, ആത്മാവിനെ എരിഞ്ഞ ഇവർക്ക് എന്താണ് പറ്റിയത്? ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച്. അപ്പോൾ ആ ചെറുപ്പക്കാര്, സിൻസിയർ ഹാർട്ട്, വളരെ സിൻസിയറായ ഹൃദയമുള്ള ചെറുപ്പക്കാര്, അവർ പറയാണ്, എൻ്റെ അച്ഛാ, ധ്യാനം കൂടിയപ്പോൾ, ദൈവവചനം കേട്ടപ്പോൾ ആഴത്തിൽ അനുതാപവും വലിയൊരു സമർപ്പണം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ച് ശരിക്കും പരിശുദ്ധാത്മാവിന് നിറവുണ്ടായി. ഞങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ രാജ്യത്തേക്ക്, ദേശത്തേക്ക് വന്നു. ഇവിടെ അനേകം പാപത്തിൽ ജീവിക്കുന്ന അനേകം ചെറുപ്പക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം ഞങ്ങളുടെ ഉപകരണമാക്കി. അങ്ങനെ ഞങ്ങൾ വളരെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി വേല ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ചിലര് ഞങ്ങളെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. നീ പാർട്ടിക്ക് വരുന്നോ? നീ ഡാൻസിന് വരുന്നോ? അങ്ങനെ ഈ ചെറുപ്പക്കാർക്ക് ഒരു തോന്നല്, നമുക്ക് പ്രാർത്ഥന മാത്രം പോരാ, ലോകത്തിലുള്ളവരെ നേടാൻ വേണ്ടി നമ്മൾ അവരെ പോലെ ആകണം. അങ്ങനെ ഫംഗ്ഷനും പാർട്ടിക്കും അവർ പോയി. അവിടെ ചെന്ന് അവരോടുകൂടെ ഡാൻസ് ചെയ്യാനും നൃത്തം ചെയ്യാനൊക്കെ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ചെറുപ്പക്കാർ പറയാണ്, ഞങ്ങൾ അങ്ങനെ ആ മദ്യപാനത്തിലും പാർട്ടിക്കെല്ലാം പോയി, അതിനുശേഷം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നണില്ല. കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിരുന്നു, പക്ഷെ പണ്ടത്തെ പോലെ എരിവ് തോന്നണില്ല. പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വീണ്ടും പോകാൻ ഇടവന്ന് ഇപ്പം ഞങ്ങൾക്ക് അന്നത്തെ ആ ഒരു ആത്മീയ ഉണർവില്ല.
ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നണില്ല, ഞങ്ങൾക്ക് ശരിക്കും ധ്യാനം അവിടെ ഉണ്ടെന്ന് കേട്ടാലും ശരി അതിനോട് ഉത്സാഹം തോന്നണില്ല, ഞങ്ങൾക്ക് ഈ ആളുകളൊക്കെ ദൈവത്തിലേക്ക് അടുപ്പിക്കണമെന്ന് പണ്ട് വലിയ എരിവായിരുന്നു, ഇപ്പം അങ്ങനത്തെ എരിവൊന്നും തോന്നണില്ല, ഇപ്പോൾ ഞങ്ങളുടെ ഉണർവ് കെട്ടുപോയ അച്ഛാ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായി സിൻസിയറായി വേദനിക്കുന്ന ആ ചെറുപ്പക്കാരെ കാണാനിട വന്നു. അന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഒരു പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ നല്ലൊരു ഫുഡിന് പോയി, ഒരു ഭക്ഷണത്തിന് പോയി, ആ കൂട്ടത്തിൽ ആ ആളുകളോട് കൂടെയൊക്കെ ചാടിയും ആടിയും നൃത്തം ചെയ്തൊക്കെ അങ്ങനെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പൊ പണ്ടത്തെ ഉണർവ് കാണാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഉറവകൾ തെരുവുകളിൽ നിങ്ങൾ ഒഴുക്കിക്കളയരുത്. ദൈവം സ്വർഗത്തിൽ നൽകിയ അത്യുന്നതമായ അഭിഷേകങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ ആഗ്രഹം, വിശ്വസിക്കാനുള്ള കൃപ, ദേവാലയത്തിൽ പോകാനുള്ള ദാഹം, കുർബാനയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹങ്ങൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേരത്തെ വീട്ടിൽ വരാനുള്ള ആഗ്രഹം, അനേകം പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഉൾപ്രേരണ, ഇതെല്ലാം സ്വർഗത്തിൽ നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്ന കൃപകളാണ്, അനുഗ്രഹങ്ങളാണ്. ഇതിനെ ഞാനും നിങ്ങളും വിലമതിക്കണം. എന്നാൽ ആ ചെറുപ്പക്കാർ പറയുകയാണ്, ഞങ്ങൾ അതിൻ്റെ വില മനസ്സിലാക്കിയില്ല, ഞങ്ങൾ അത് സാരില്ല, അത് ഇവിടെ ഇരിക്കട്ടെ, ലോകത്തിലുള്ളവരെ നേടാൻ വേണ്ടി അവരെ പോലെ ആകണമെന്നൊക്കെ ആരോ ഞങ്ങളെ ഉപദേശിച്ച് അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ പോയി അങ്ങനെ നൃത്തമാടി, അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞു, ഫുഡെല്ലാം അടിച്ച് അവരുടെ പോലെ എല്ലാം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ആത്മീയ നന്മ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല. അതാണ് ജോബിന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം പഠിപ്പിക്കുന്നത്. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? പ്രിയ ദൈവ പൈതലേ, ഇന്ന് നീ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക, നിന്റെ ഹൃദയം വേറെ എവിടെയോ പോയി സന്തോഷം കണ്ടെത്തി കഴിഞ്ഞു. നിന്റെ മനസ്സ് വേറെ എവിടെയോ പോയി നങ്കൂര ഇട്ട് കഴിഞ്ഞു. നിന്റെ ഹൃദയം, നിന്റെ സന്തോഷം, നിന്റെ കണ്ണ് ആനന്ദം അനുഭവിക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട്. ദൈവം അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്റെ ഹൃദയം ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയാൽ, ദൈവം അല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്റെ ഹൃദയം കഴുകൻ ശവത്തിന്റെ മേൽ ഇറങ്ങുന്നത് പോലെ ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു വന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം നിന്റെ ഹൃദയം നിന്റെ സ്രഷ്ടാവിൽ നിന്ന് അകന്നു കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൊള്ളുക. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, അവന്റെ ഹൃദയം സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ ഹൃദയത്തിന് ഒരേ സമയം 2 പേരെ സ്വീകരിക്കാൻ പറ്റില്ല. ഈ ഹൃദയത്തിന് ഒരു സമയത്ത് ഒരാളെയാണ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയാണ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ. ഈ ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുകയാണ്, അഹങ്കാരം തുടങ്ങുന്ന വ്യക്തിയുടെ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി, ദൈവത്തിൽ നിന്ന് കട്ടായി തിന്മയിലേക്ക് പോയി. എന്നാൽ അനേകം ദൈവമക്കളുടെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. ലോകത്തിൽ ഏതെങ്കിലും വസ്തുക്കളിൽ കണ്ണുടക്കിയാൽ, ലോകത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയം സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ, ദൈവത്തിൽ നിന്നും അവൻ അകന്നു കഴിഞ്ഞു. അവന്റെ ഹൃദയം സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. വേറെ വാക്കി പറഞ്ഞാൽ, ഈ ലോകത്തിൽ നിങ്ങൾ കുറച്ച് ഭക്ഷണത്തിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ, നിന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്ന ഒരു പാപത്തിലേക്കാണ് നീ പോയതെന്ന് അറിഞ്ഞുകൊള്ളുക. നീ മദ്യത്തിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ, നിന്റെ ഹൃദയം സൃഷ്ടാവിനെ പരിത്യജിക്കുന്ന സമയമാണത്. നിന്റെ ഹൃദയം മനുഷ്യരിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ, കൂട്ടുകെട്ടുകളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ, ലോകത്തിലെ പ്രശസ്തിയിലും സ്ഥാനമാനങ്ങളിലും സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ, ഈ ലോകത്തിൽ മനുഷ്യരിൽ ലഭിക്കുന്ന പ്രശംസകളിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ, ഈ ലോകത്തിലെ ഭക്ഷണ കാര്യങ്ങളിൽ നിന്റെ ഹൃദയം സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ, ലോകത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്റെ ഹൃദയം സന്തോഷം കണ്ടെത്തി അവിടെ കഴുകൻ ശവത്തിന്റെ മേൽ ഇറങ്ങുന്നത് പോലെ നിന്റെ ഹൃദയം അവിടെ ഇറങ്ങിയാൽ, ദൈവത്തിന്റെ വചനം ഒരു കാര്യം ഉറപ്പു തരികയാണ്, നിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലുന്നു, സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതത്തിൽ ശക്തമായി പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഒരു തവണയല്ലേ ഉള്ളൂ, 2 തവണയല്ലേ ഉള്ളൂ, സാരമില്ല, ഇപ്പൊ കമ്പനിക്ക് പോകാം, ഈ കമ്പനി ഇപ്പൊ അങ്ങനെ പോയാ പിന്നെ ആരാ എന്നെ സപ്പോർട്ട് ചെയ്യുക? നീ അങ്ങനെ ചിന്തിച്ച് ദുർബലനാകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ പിന്തുണയല്ല, ദൈവത്തിന്റെ കരമാണ് എന്നെയും നിങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നീ ബലപ്പെടണം, നീ ധൈര്യപ്പെടണം. ദൈവത്തിന്റെ കരമുണ്ടെങ്കിൽ ലോകത്തിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒരു കാര്യം ഉറപ്പു തരികയാണ്, നീ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങള് ആത്മാവിന് എതിരാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുലിഖിതം വചനം ഉറപ്പു തരികയാണ്, ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. നീ ഒരു ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഒരു ആത്മീയത ആഗ്രഹിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്കിപ്പോ കിട്ടിയ കൃപകളിൽ നിന്ന് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ
നിന്റെ ഹൃദയത്തിലെ ഓരോരോ ജഡമോഹങ്ങളെ നീ നിഹനിക്കണം എന്ന് തന്നെയാണ് ദൈവവചനം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. ഇത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ഈ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹം കുടികൊള്ളുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഒരുപാട് പേര് ജീവിക്കുന്ന ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം അത്ര ഭോഷന്മാരല്ലല്ലോ ഞാനും നിങ്ങളും എന്ന് ശ്ലീഹ ദൈവവചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് പേരുടെ വേദന പ്രാർത്ഥിക്കാൻ ആഗ്രഹം തോന്നുന്നില്ല. ഒരുപാട് പേരുടെ വേദന ഇന്ന് ആത്മീയമായൊരു ഉണർവ് തോന്നുന്നില്ല. എന്തോ ഒരു ബ്ലോക്ക് കടക്കുകയാണ്. പ്രിയ ദൈവവേദന, ആ ബ്ലോക്ക് എവിടെയാണ്? ആ ബ്ലോക്ക് വേറെ എവിടെയല്ല. നീ ലോക കാര്യങ്ങളിൽ കുറെ അങ്ങോട്ട് മുഴുകിയാൽ പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ചൂട് പോയി, ആത്മീയ കാര്യങ്ങളുടെ എരിവ് പോയി. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ പണ്ടത്തെ പോലെ ശുഷ്കാന്തി എനിക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടില്ല എന്ന് തന്നെ തിരുലിഖിത പ്രകാരം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ജഡത്തിന്റെ മോഹങ്ങൾ ആത്മാവിന് എതിരാണ്. അതുകൊണ്ട് കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ശ്ലീഹ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവജനത്തോട് പങ്കുവെക്കുകയാണ്. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഒരു ആത്മനിയന്ത്രണം, ഒരു ഇന്ദ്രിയ നിഗ്രഹം, തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ തന്നെ തന്നെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവിടെ ആത്മീയത ഇല്ല എന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ എന്താ? ഇന്ന് ലോകത്തിലെ പ്രബലമായ ഒരു തിന്മ എന്താ? ബൈബിൾ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി കറക്റ്റാണ്. അവർ തിന്നാനും കുടിക്കാനുമായി ഇരിക്കുകയും നൃത്തം ചെയ്യാൻ എഴുന്നേൽക്കുകയും ചെയ്തു. തിന്നാൻ തോന്നുമ്പോൾ തിന്നുക, കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കുക, ആടാൻ തോന്നുമ്പോൾ ആടുക, പാടാൻ തോന്നുമ്പോൾ പാടുക. അല്ലാതെ തന്നെ തന്നെ നിയന്ത്രിച്ച് തൻ്റെ ഹൃദയത്തിലുള്ള ആത്മാവിന്റെ ഇച്ഛകളെ അനുസരിച്ച് ആത്മീയമായി അധ്വാനം ചെയ്ത് ആത്മീയത വളർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും സ്ഥിരോത്സവം നിലനിൽക്കാനും ഇച്ഛാശക്തി ഇന്ന് എത്ര പേർക്കുണ്ട്? ഡ്രസ്സ് കണ്ട് അത് വാങ്ങണം തോന്നി വാങ്ങി, അത് സ്ഥലം കണ്ടു, ഈ കെട്ടിടം കണ്ടു, എന്താ കാണുന്നത്, എന്താ തോന്നണത് അതങ്ങോട്ട് ചെയ്യുക. ഏതാണ്ട് ഇതുമാതിരി ആത്മീയമായ മേഖലകളിൽ മനുഷ്യൻ ഇന്ന് ദൗർബല്യം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഉത്ബോധിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിനുള്ളവർ യേശുക്രിസ്തുവിനോടുകൂടെ തങ്ങളുടെ ജഡത്തിന്റെ മോഹങ്ങളെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തിന്റെ മോഹങ്ങളെ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കണം. എങ്കിലേ ഒരു വിശുദ്ധ ജീവിതത്തിന് എനിക്ക് നിങ്ങൾക്ക് ഉയർന്നു നിൽക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിന് എതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ആത്മാവിന് എതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകൾ, അതിനനുസരിച്ച് ഞാൻ നിങ്ങൾ പോയാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ആത്മീയ ജ്വലനമില്ല. തിരിച്ചു വരുമ്പോൾ പിന്നെ ആത്മീയ അഭിവൃദ്ധിയില്ല. തിരിച്ചു വരുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാട്ടുതീ കയറിയ വേനൽക്കാലത്ത് കാട്ടുതീ കയറിയ വനം പോലെ ആയിരിക്കും ആ വ്യക്തിയുടെ ആത്മീയ മണ്ഡലം എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, ഒരുപാട് 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 ശാരീരിക പ്രവണതകൾ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം അങ്ങനെ തിരുസന്നി എളിമപ്പെടുകയാണ്. എനിക്ക് തെറ്റുപറ്റിയ മേഖലകളെ കുറിച്ച് ഒരു തിരിച്ചറിവ് തരണമേ കർത്താവേ. എൻ്റെ ആത്മീയതയിൽ വളരാൻ എന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അഹങ്കാരമോടെ ഞാൻ നടന്നു,
ആസക്തിയാലേ ഞാൻ വലഞ്ഞു, അഹങ്കാരമോടെ ഞാൻ നടന്നു. ആസക്തിയാലേ ഞാൻ വലഞ്ഞു, അലിവോടെ എന്നെ ഒന്നു തൊട്ടാ, അനുതാപമോടെ ഉള്ളുരുകും. മൗനമെൻ മനസ്സുരുകും, മാമകമാനസം ഉരുകും. യേശുവേ, യേശുവേ, യേശുവേ കനിയൂ ഇന്നീ, കരുണാമയ ഇന്നേശുവേ കനിയൂ ഇന്നീ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഓരോ കാലങ്ങളിലായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ലോകത്തിൽ നഷ്ടപ്പെട്ട ഓരോ ആത്മാക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ഒരിക്കൽ കൂടെ ഉണർവ്, ഒരിക്കൽ കൂടി വിശുദ്ധി, ഒരിക്കൽ കൂടി പ്രാർത്ഥന, ഒരിക്കൽ കൂടി അനുതാപം ഇപ്പോൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ, ആരാധന, 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 ആരാധന. Praise the Lord. Hallelujah. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന, രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന, രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. 2 കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി ഈ നിമിഷം എല്ലാവരും കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ എന്നെല്ലാവരും ഉറക്കെ വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 സ്പർശിക്കണമേ, 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 സൗഖ്യം നൽകണമേ, സുഖപ്പെടുത്തണമേ. യേശുവേ, യേശുവേ,
സർവേശ്വരനെ പാടി വണങ്ങുകയാ.